മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇലഞ്ഞൂർ ബ്ലോഗ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ പ്രകാശാണ്, മംഗലത്ത്. അപ്പം നമ്മൾ ഇന്നത്തെ പ്രധാന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ വയനാട് ദുരന്തമാണ്. വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ദുരന്തം നമ്മെ തേടിയെത്തി. ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുന്ന രംഗമാണ് നമ്മൾ വയനാട് ദുരന്തം കാണുമ്പോൾ ഓർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയോ കുഞ്ഞു കുട്ടികൾ, വൃദ്ധരായ ആൾക്കാർ, ചെറുപ്പക്കാർ, എത്രയോ ആൾക്കാരുടെ വർഷങ്ങളോളമുള്ള അധ്വാനം, അവരുടെ ജീവിതമാർഗം, അവരുടെ കൃഷിയിടങ്ങൾ, അവരുടെ കന്നുകാലികൾ, അവരുടെ ജീവിതമാർഗ്ഗങ്ങളെല്ലാം തന്നെ ഒരു രാത്രി കൊണ്ട് തുടച്ചു മാറ്റിയ അവസ്ഥയാണ് വയനാട്ടിലുണ്ടായത്. ഒരിക്കലും നമ്മൾ പലരും ദൂരെ നിന്ന് നോക്കി കാണുന്നവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കില്ല, അത് സത്യമാണ്. പക്ഷേ അവിടെ താമസിക്കുന്നതും അവിടെ താമസിച്ചിട്ടുള്ളവരും അവിടെ പരിസര പ്രദേശവാസികളുമായിട്ടുള്ള ആൾക്കാർ അതിനെ നോക്കിക്കാണുമ്പോൾ അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ ദുരന്തം. അപ്പം തീർച്ചയായിട്ടും ഇവരുടെ പുനരധിവാസം നടത്തേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കട്ടെ, വരട്ടെ. എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവിന് അനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നേരത്തെ തന്നെ ഒരുപാട് പേര് ഇതിന് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചതിൻ്റെ ഒരു ഫലം കൂടി ഇതിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം മുന്നറിയിപ്പുകൾ തരുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഭരണകർത്താക്കളും പ്രദേശവാസികളും നമ്മൾ ഓരോരുത്തരും ജനങ്ങളും ഇനിയെങ്കിലും അതിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കൂടി ഈ അവസരം ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടനവധി മുന്നറിയിപ്പ് തന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഡാം ആയ മുല്ലപ്പെരിയാർ ഡാം. നമുക്കറിയാം, വർഷങ്ങളായിട്ട് എല്ലാവരും ഒരു വലിയ ആശങ്ക കൊണ്ടുള്ള ഒരു സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പം ഈ ഡാം പൊട്ടിയാൽ ഏകദേശം 3 ജില്ലകൾ തന്നെ വെള്ളത്തിൽ ആവുമെന്നാണ് ആധികാരികമായിട്ട് അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഇനിയെങ്കിലും അധികാരികളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും നമ്മളെ ഭരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ഈ വൻ ദുരന്തങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അതിന് വേണ്ടുന്ന പ്രായോഗികമായ നടപടികൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഒരു അവലോകനവും അഭിപ്രായങ്ങളും ഒരു രോഷവും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കടന്നു വരുന്നു. ഇനിയും ദുരന്തങ്ങൾ മൂലം ജനങ്ങൾ മരിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം. പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.